സൗവർണിക, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോൾ ഈ എത്ര കിലോ സ്വർണം കട്ടെടുത്തു എന്നതിലുപരി അതിൽ മറ്റൊരു ഫാക്റ്റ് ഉണ്ട്. യഥാർത്ഥത്തിൽ ഈ ഒരു കൊള്ളയിൽ ഈ സ്വർണത്തിൻ്റെ വാല്യൂവിനേക്കാൾ എത്രയോ ഇരട്ടി കോടികളുടെ കള്ളത്തരമാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇപ്പോൾ തന്നെ ഞാൻ ഒരു ഉദാഹരണം പറയാം. പൂജപ്പുരയിൽ പൂജ വയ്പ്പ് സമയമാവുമ്പോൾ അവിടെ മുരുകൻ സരസ്വതി മണ്ഡപത്തിൽ അവിടെ 10 ദിവസത്തെ ആഘോഷമുണ്ട്. ഈ 10ാമത്തെ ദിവസം അവിടെ ഒരു വേട്ടയുണ്ട്. ആ വേട്ടയ്ക്ക് വരുമ്പോൾ മുരുകൻ വരുമ്പോൾ അവിടെ ഒരു മരം, അത് എനിക്ക് ഏത് മരമെന്ന് അറിയില്ല, അതിൻ്റെ കൊമ്പുകൾ ഒടിച്ച് അവിടെ കെട്ടിവെച്ചിട്ട് കുതിരപ്പുറത്ത് വന്ന് മുരുകൻ ഇങ്ങനെ വേട്ടയാടി പോകുന്നതായിട്ടാണ് അവിടെ വിശ്വാസം. അപ്പം ഈ മരത്തിൻ്റെ ഇലകൾക്കായി ആൾക്കാർ ഇങ്ങനെ ഉന്തും തള്ളും കൂട്ടി ആ ഇല എടുത്തുകൊണ്ട് പോകും. ആ ഇല കൊണ്ടുപോയി നമ്മുടെ പൂജാമുറിയിൽ വെക്കുമ്പോൾ നമുക്ക് ആ അടുത്ത വർഷം വരെ അതിൻ്റെ ഒരു ഐശ്വര്യമുണ്ട് എന്നത് നമ്മുടെ ഒരു വിശ്വാസമാണ്. നമ്മൾ ഈ നിറപുത്തരിക്കുന്ന നെൽക്കതിർ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരുന്നു. അങ്ങനെ ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ കേരളത്തിലുള്ള, ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലുള്ളവരുടെ വിശ്വാസം പോലെയല്ല കേരളത്തിന് പുറത്ത് കർണാടക, തെലങ്കാന, ആന്ധ്ര തുടങ്ങിയ സ്ഥലങ്ങളിലെ ആൾക്കാരുടെ വിശ്വാസം, പ്രത്യേകിച്ച് ഈ ബിസിനസ് മാനായിട്ടുള്ള വ്യവസായികളുടെ, അവർക്ക് ഇങ്ങനെയുള്ള ഇതിലെല്ലാം ഭയങ്കര വിശ്വാസമാണ്. ഞാൻ ഒരാൾ അറിഞ്ഞതാണ്, അവിടെ ഇപ്പോൾ ഒരു 4 പേർ ചേർന്ന് ഒരു ബിസിനസ് ചെയ്യുകയാണെന്ന് വെച്ചോളൂ. വലിയ ബിസിനസ്സുകൾ ചെയ്യുമ്പോൾ 5ാമതൊരാളെ കൂടി അവർ സങ്കല്പിക്കും, അത് അയ്യപ്പനാണ്. നമ്മുടെ ശബരിമല എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലാണ്. മലയാളികളുടെ അയ്യപ്പനാണെങ്കിൽ പോലും ഈ അയ്യപ്പനോട് മലയാളികൾക്കുള്ളതിനേക്കാൾ എത്ര ഇരട്ടി സ്നേഹവും ഭക്തിയും കേരളത്തിന് പുറത്തുള്ളവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ബിസിനസ്സിൽ ഒരു പങ്ക് തന്നെ ഇവർ അയ്യപ്പനായി മാറ്റിവെക്കും. അപ്പോൾ ഈ ലാഭവിഹിതം, ആ ഒരാളുടെ വിഹിതം അവരെ എല്ലാ വർഷവും ശബരിമലയിലേക്കാണ് കൊണ്ടുവരുന്നത്. ഈ ശബരിമലയിൽ കൊണ്ടുവരുമ്പോൾ അത് വലിയ എമൗണ്ടുകളാണ്. അപ്പോൾ ഈ തുകകൾ അത് ഏത് രൂപത്തിൽ, ഇനി സ്വർണത്തിലായാലും നോട്ടുകായിട്ടും എന്തായിട്ടാണെങ്കിലും ശരി, എനിക്ക് തോന്നുന്നത് ഈ അന്വേഷണം നടക്കുമ്പോൾ തന്നെ അവിടെ പലതിനും രേഖകളില്ല എന്ന് പറയുന്നു. അവിടെ സ്വർണമായി കൊണ്ടുവന്ന് സമർപ്പിക്കുന്നതിനൊന്നും കൃത്യമായി രേഖയില്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല, അമ്പലത്തിൽ ഇപ്പോൾ നമ്മളൊരു എന്തെങ്കിലും ഒരു സാധനം നടക്കി വെക്കുമ്പോൾ അതിന് രസീത് എടുക്കണമെന്ന് അവർ പറയുമ്പോൾ നേരത്തെയൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കാറുണ്ട്, എന്തിനിതിന് രസീത് വെക്കുന്നത്, നമ്മളതവിടെ ഭഗവാനെ സമർപ്പിക്കുന്നതല്ലേ. എല്ലാത്തിനും ഒരു കണക്ക് വേണം, ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്നാണ്. ആ ഒരു വേയിലാണ് ഇവിടെയും. അപ്പോൾ രസീതൊന്നും എടുക്കാതെ ഇപ്പോൾ തന്ത്രിയുമായോ പോറ്റിയുമായോ ഒരു പ്രത്യേക അടുപ്പം, അപ്പം വലിയ ബിസിനസ്സുകാരൊക്കെ ആകുമ്പോൾ അവർക്ക് ഇവരുമായി അടുപ്പം സ്ഥാപിക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. അവർ കാണുമ്പോൾ തന്നെ ആൾക്കാരെ അറിയാം ഇവർ എത്രത്തോളം ആസ്തിയുള്ളവരായിരിക്കും എന്നുള്ളൊരു ധാരണ ഉണ്ടാവും. നമ്മൾ സാധാരണ ഒരു അമ്പലത്തിൽ പോയാൽ തന്നെ ആയാലും ശരി, ഈ പ്രസാദം തരുന്നതിൽ തന്നെ ആ വേർതിരിവുകൾ നമ്മൾ തന്നെ പല സ്ഥലത്തും കണ്ടിട്ടുള്ളതാണ്. ചിലർക്ക് മാത്രം ഇലയിൽ പ്രസാദം കൊടുക്കുക, അല്ലാത്തവർക്ക് ചന്ദനം കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കുക. ഇത് ഞാൻ എല്ലാവരെയും അല്ല പറയുന്നത്, ചില സ്ഥലങ്ങളിലെങ്കിലും സാധാരണയായി വരും ലുക്കിൽ ഒരു സാധാരണക്കാരാണെന്ന് തോന്നിയാൽ അവർക്ക് ചന്ദനം ഇങ്ങനെ എറിഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ വരുമ്പോൾ ഒരു ബ്രേസ്ലെറ്റും മാലയൊക്കെ ഇട്ട് ഒരു ആഡംബര കാറിലൊക്കെ വരുന്ന ഒരാൾക്കാരാണ് അമ്പലത്തിൽ വരുന്നതെങ്കിൽ അപ്പോൾ ഈ പൂജാരിമാർ തന്നെ ഇലയിൽ വലിയ രീതിയിലാണ് അവരെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രീതി ഉണ്ട്. അപ്പോൾ ഇവർ വരുമ്പോൾ തന്നെ തന്ത്രിയായോ പോറ്റിയുമായോ ഒക്കെ ഇവർക്കൊരു അടുത്ത ബന്ധവും ഉണ്ടാകാം. ഈ കൊടുക്കുന്ന നിക്ഷേപങ്ങൾ, അതായത് പണമായോ സ്വർണമായോ ഒക്കെ കൊടുക്കുന്നത് പോറ്റി വഴിയോ തന്ത്രി വഴിയോ ഒക്കെ ആയിരിക്കാം ശബരിമലയിൽ അവർ സമർപ്പിക്കുന്നത്. അപ്പോൾ പോലും അവർ ചിന്തിക്കുന്നില്ലായിരിക്കാം ഇതിനിങ്ങനെ ഒരു തട്ടിപ്പ് ഇതിൽ നടക്കും എന്നവർ കാരണം അയ്യപ്പനെ പൂജിക്കുന്ന ആൾക്കാരല്ലേ, ഭഗവാന്റെ സ്വത്ത് കട്ട് മൂടിക്കുമോ, ഈശ്വര ഭയം ഇല്ലാതെ ആയിരിക്കുമോ ഒരു തന്ത്രിയായാലും പോറ്റിയായാലും അവരിരിക്കുന്നത്. സാധാരണ മനുഷ്യർ പോലും ചിന്തിക്കുന്ന, അയ്യോ നമ്മൾ അയ്യപ്പനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ദൈവം ശിക്ഷിക്കുമോ, ദൈവം കോപിക്കുമോ എന്നൊക്കെ സാധാരണ മനുഷ്യർ പറയാറുണ്ട്. അപ്പോൾ ദൈവവുമായി ഇത്രയും അടുത്തിരിക്കുന്ന ഭക്തന്മാർ ഇവരെ കാണുന്നത് എന്തിനാണ്, ദൈവവുമായി ഏറ്റവും അടുത്തിരിക്കുന്ന ആൾക്കാരെന്നാണ്. അവർ ഭഗവാന്റെ വസ്തു കൊള്ളയടിക്കുമോ? ഇപ്പോൾ ശബരിമലയിലെ തന്ത്രി എന്ന് പറഞ്ഞാൽ അയ്യപ്പന്റെ പിതൃസ്ഥാനീയനാണ്. അപ്പോൾ മകന്റെ വസ്തു ഒരു അപ്പൻ കൊള്ളയടിക്കുമോ? ഇങ്ങനെയൊക്കെ ആയിരിക്കും അവർ കരുതുന്നത്. പക്ഷേ അങ്ങനെ ഒരു വലിയ ഒരു തട്ടിപ്പ് ഇവിടെ ശബരിമലയിൽ എന്തായാലും നടന്നിട്ടുണ്ട്. ഈ പറയുന്ന സ്വർണം, ഇത്ര കിലോ കണക്കിന് സ്വർണത്തിന്റെ വിജയ് മല്യ കൊടുത്ത ഈ സ്വർണത്തിന്റെ അപ്പുറം ഒരു തട്ടിപ്പ് അവിടെ നടന്നിട്ടുണ്ടാവുമെന്നാണ് കരുതാൻ കഴിയുന്നത്. പിന്നെ ഈ സ്വർണ്ണ പാളികൾ ഇവിടെ ഉള്ളത്, ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ ഇല കൊണ്ടുപോയി സൂക്ഷിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഐശ്വര്യം വരുമെന്നൊക്കെ കരുതുന്നത് പോലെ ജയറാമിൻ്റെ വീട്ടിലൊക്കെ കൊണ്ട് പൂജിച്ചെന്ന് പറഞ്ഞാൽ അത് വെറുതെ അല്ല. ഇപ്പം പലരും അത് ആ ഒരു സംഭവം പറയുമ്പോൾ പലരും പറയുന്ന, ഇത്രയ്ക്കറിയില്ലേ, ഇത്രയും പരിപാവനമായ ശബരിമലയിലെ ആ വിഗ്രഹം കൊണ്ടുപോയി അവിടെ വീട്ടിൽ വെച്ച് പൂജിക്കുന്ന അയാൾക്ക് നാണമില്ലായിരുന്നു. ആരാണ് നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യം വരുമ്പോൾ വേണ്ട എന്ന് പറയുന്നത്?
ആരെങ്കിലും പറയും? ആരും പറയില്ല. എല്ലാവരും എന്താ പറയും, ആ വരട്ടെ. നമ്മൾ ഇറക്കി പൂജയൊക്കെ നമ്മുടെ അമ്പലങ്ങളിലെ ചടങ്ങിന്റെ ഭാഗമായിട്ട് ഇറക്കി പൂജ, വീടുകളിൽ ഇറക്കി പൂജ ചെയ്യാറുണ്ടല്ലോ. അപ്പം അതുപോലെ ആ ഐശ്വര്യം നമ്മുടെ വീട്ടിലേക്ക് വരട്ടെ എന്ന് കരുതും. അപ്പൊ ഈ സ്വർണ്ണപ്പാളിയിലുള്ള ഇപ്പം ചെറിയ ചെറിയ പാർട്ടുകൾ, ഇപ്പോൾ ഒരു 8 ഗ്രാമിന്റെ സ്വർണം എടുത്തു എന്ന് വെച്ചാൽ അതിനൊരു പവൻ സ്വർണത്തിന്റെ വിലയാണെങ്കിൽ അത് ഇവിടുത്തെ ഈ ശബരിമലയിലെ ഐശ്വര്യം അവരുടെ വ്യവസായ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ വീട്ടിലോ ഒക്കെ കൊണ്ടുപോയി വെച്ച് പൂജിക്കുന്നതിന് 1 പവന്റെ അല്ല, അതിന് 10 പവന്റെ പൈസ കൊടുത്ത് വാങ്ങിക്കാനും കേരളത്തിന് പുറത്തുള്ള വ്യവസായികൾ തയ്യാറാവും. അവർക്ക് അവരുടെ ബിസിനസ്സിൽ ഉയർച്ച കിട്ടുന്നതിന്, ജീവിതത്തിൽ ഉയർച്ച കിട്ടുന്നതിനൊക്കെ ഇത് ചെയ്യാൻ അവർക്കൊന്നും യാതൊരു മടിയുമുണ്ട്. അല്ലേ ചേച്ചി, അവിടെ വേറൊരു കാര്യം ഉണ്ടല്ലോ. ഈ പറയുന്ന പോലെ ശബരിമലയുടെ സ്വർണം കട്ടു അല്ലെങ്കിൽ ശബരിമലയിൽ സ്വർണം കൊള്ള ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ സത്യത്തിൽ ശബരിമലയുടെ സ്വർണം എന്ന് പറയുന്നതിനോടാണ് നമുക്ക് അല്ലെങ്കിൽ കേരളത്തിലുള്ളവർക്കൊക്കെ ഒരു വികാരം, ഒരടുപ്പം അല്ലേ? നമ്മൾ ഈ വികാരാധീനരായി പറയുന്നത് എന്തുകൊണ്ടാണ്? അത് ശബരിമലയിലെ അയ്യന്റെ സ്വർണ്ണമായതുകൊണ്ടാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, അവിടെ നിന്ന് ചേച്ചി പറഞ്ഞ പോലെ 1 പവൻ സ്വർണം ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരാൾ കട്ടു, അതിന് 10 ഇരട്ടി പൈസയാണ് ഇവർ ഈടാക്കും. അല്ല, അങ്ങനെയല്ല ചേച്ചി ഞാൻ പറഞ്ഞത്. ഇപ്പോ ശബരിമല സ്വർണ്ണക്കൊള്ള പുറത്തു വരുമ്പോ ഒരു വ്യക്തി പറയുന്നു, എന്റെ കയ്യിലാണ് അതിന്റെ ഒരു പവൻ ഞാൻ വാങ്ങിയിട്ടുണ്ട്, ഞാൻ അതിന് 10 കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും ഈ പറയുന്ന പോലെ വിറ്റവർ വാങ്ങും. പക്ഷെ കേരളത്തിലെ പൊതുസമൂഹം അത് അംഗീകരിക്കും, വിശ്വാസി സമൂഹം അത് അംഗീകരിക്കും. കേരളത്തിലുള്ളവർ അംഗീകരിക്കില്ലായിരിക്കാം. പക്ഷേ ആ കാര്യം എന്താണ്, നമുക്ക് അത് അയ്യന്റെ സ്വർണ്ണമാണ്. നമുക്ക് ഞാൻ ഒരു കാര്യം ചോദിച്ചു സാർ, ഇപ്പൊ സാധാരണ നിയമസഭയിൽ നമുക്ക് അങ്ങനെ ഇല്ല, പക്ഷെ നിയമസഭയിൽ ഒരു സ്വർണ്ണം ഉണ്ടായിരുന്നു, അതാണ് ഭരണകൂടത്തിലുള്ളവർ കൊണ്ടുപോകുന്നതെന്നിരിക്കട്ടെ, ഇത്രയും വലിയ പ്രശ്നമാവും ഇല്ല. കാര്യം എന്താണ്, അത് അയ്യപ്പന്റെ മുതലാണ്, അയ്യപ്പനോടുള്ള അടുപ്പമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പൻ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇപ്പം ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പൻ പ്രധാനമല്ല, അയ്യപ്പനിലൂടെ വരുന്ന വോട്ടുകളും വോട്ട് ബാങ്കുമാണ് പ്രധാനം. കാര്യം ഈ പറയുന്ന പോലെ എന്താണ്, ഈ പറയുന്ന ശബരിമലയിൽ നവോത്ഥാനം എന്ന് പറഞ്ഞ സ്ത്രീകളെ കയറ്റിയപ്പോൾ കേരളത്തിലെ മെജോറിറ്റി എതിർത്ത് എന്തുകൊണ്ടാണ്? അവർക്ക് അയ്യപ്പനോടൊരു വിശ്വാസമുണ്ട്, സ്നേഹമുണ്ട്. നമ്മൾ പണ്ട് മുതലേ പറയുന്നതാണല്ലോ. അല്ല, ഇപ്പൊ ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ല എന്ന് പറയുന്നത് അതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ? അവിടെ പണ്ട് കാലത്ത് അവിടെ മലയാരന്മാർ പൂജിച്ചിരുന്നതാണ്, അവിടെ സ്ത്രീകൾ പണ്ട് കാലത്ത് കയറിയിട്ടുണ്ട്. ചരിത്രം പരിശോധിച്ചിട്ട് പല കഥകളും വരുന്നുണ്ട്. അപ്പൊ അതിന്റെ സത്യം നമ്മൾ അന്വേഷിക്കുന്നതിലുപരി നിലനിൽക്കുന്ന ഒരു വിശ്വാസം, ജനങ്ങളിലുള്ള ഒരു വിശ്വാസം, ആ വിശ്വാസത്തെ നമ്മൾ എന്തായാലും ഹനിക്കാതെ പോവുക എന്നുള്ളത് ഒരു സർക്കാർ എന്ന നിലയ്ക്ക് ആ ഒരു കടമ നിറവേറ്റേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അപ്പൊ ഈ പറയുന്ന പോലെ ഈ യഥാർത്ഥത്തിൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു വിശ്വാസവുമില്ല. കാരണം ഇപ്പൊ ഇവിടുത്തെ സ്വർണം തന്നെ ഇവർ നിയമപരമായി അതെടുത്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതിനെ ചെറിയ ചെറിയ പീസുകളായി കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഇത് പല ഭാഗങ്ങളിലായിരിക്കും, ഇതെവിടെയാണെന്ന് കണ്ടെത്താൻ പോലും കഴിയില്ല. ഇനി അതിനെ അവർ ഉരുക്കി മറ്റൊരു രൂപത്തിലാക്കിയിട്ടാണ് ഇത് കൈമാറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും അറിയാൻ കണ്ടെത്തിയാൽ പോലും ആ സ്വർണ്ണം ഒരിക്കലും തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഈ പറയുന്ന പോലെ കണ്ടെത്തി അല്ലെങ്കിൽ കൊടുത്തവരൊക്കെ അനുഭവിക്കും. പലരും പറഞ്ഞ അയ്യപ്പനെ തൊട്ട് കളിച്ചതാണ്, വിടില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ വ്യവസായികൾ അത് പൈസ കൊടുത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്കത് അനുഭവിക്കേണ്ട ബാധ്യതയില്ല. കാരണം ഇത് കട്ടവൻ മാത്രം അനുഭവിച്ചാൽ മതി. കാരണം അമ്പലത്തിൽ പോകുമ്പോൾ, അമ്പലത്തിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ ഒരു കാലുകൊണ്ട് ഇങ്ങനെ 2 കാലിൽ പരസ്പരം ഇങ്ങനെ തട്ടിയിട്ടിറങ്ങുന്നൊരു ഇതുണ്ട്, വിശ്വാസമുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അമ്പലത്തിന്റെ അവിടെ നിന്നുള്ള ഒരു തരി മണ്ണ് പോലും ഞാൻ എടുക്കുന്നില്ല എന്നുള്ളൊരു പ്രോസസ്സാണ്. അവിടെ ഇങ്ങനെ കാലിങ്ങനെ പരസ്പരം ഇങ്ങനെ തട്ടി മണ്ണ് കുടഞ്ഞിട്ട് പോവുക എന്നുള്ളത്. അത് കൊടുക്കുന്ന സന്ദേശം എന്താണ്? മറ്റൊരു ഇടത്ത് നിന്ന് അതിന്റെ ഒരു തരി മണ്ണ് പോലും എടുക്കുന്നില്ല. ആ ഇടത്താണ് കിലോ കണക്കിന് സ്വർണം ഇവിടെ നിന്ന് കട്ടെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇനി ഇപ്പൊ ഇതെല്ലാം വെളിയിൽ വന്നത് തന്നെ ഈ പറയും പോലെ വിശ്വാസികൾ പറയുന്നത് പോലെ അയ്യപ്പന്റെ മുതൽ കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അത് അയ്യപ്പൻ തന്നെ. അല്ലേ ഇന്നത്തെ വേറൊരു കാര്യമുണ്ടല്ലോ, ഈ പറയുന്ന പോലെ സ്വർണം എടുത്തവർക്ക് അറിയില്ലായിരുന്നോ ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ പിടിക്കും എന്നുള്ളത്? അതവർക്ക് അറിയായിരുന്നല്ലോ. അപ്പൊ ഒരിക്കലും പിടിക്കപ്പെടാത്ത രീതിയിലായിരിക്കുമല്ലോ അവരത് ചെയ്തിട്ടുള്ളത്. ഈ കള്ളം ചെയ്യുന്നവരാരെങ്കിലും എന്തെങ്കിലും പിടിക്കപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഒരു ആശങ്ക ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ കള്ളന്മാരും കൊള്ളക്കാരും ഒന്നും ഉണ്ടാകാനേ പോകുന്നില്ലല്ലോ. അപ്പൊ ഓരോ കള്ളത്തരം ചെയ്യുമ്പോഴും അവരുടെ വിശ്വാസം എന്താണ്? ഞാൻ പിടിക്കപ്പെടില്ല എന്ന് തന്നെയായിരിക്കും. ഒരു തവണ ചെയ്യുമ്പോൾ പിടിക്കപ്പെട്ടില്ല, അപ്പോൾ അവന്റെ കോൺഫിഡൻസ് കൂടും, വീണ്ടും അത് ചെയ്യാനുള്ള ടെംപ്റ്റേഷൻ ഉണ്ടാവും. അപ്പൊ വീണ്ടും അടുത്ത ലെവലിലേക്ക് കടക്കുമ്പോൾ അപ്പോഴും പിടിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ വീണ്ടും ആത്മവിശ്വാസം വളർന്ന് അത് പല ആവർത്തി അതിന്റെ ആ തീവ്രത അത്രത്തോളം കൂടും, ആ മോഷണത്തിന്റെ. അത് തന്നെയാണ് ഇവിടെ ശബരിമലയിൽ നടന്നിരിക്കുന്നത്. പക്ഷെ ഇതിപ്പോ രാഷ്ട്രീയപരമായിട്ട് നോക്കുമ്പോൾ ഈ LDF-ന്റെ ഭരണകാലത്ത് തന്നെയാണ് ഈ കള്ളത്തരങ്ങൾ നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം വ്യക്തമാണ്. പിന്നെ കോടതിയുടെ മേൽനോട്ടത്തിലായതുകൊണ്ട് ഇവർക്ക് കൂടുതൽ ഉടായ്പകളൊന്നും കാണിക്കാനും കഴിയുന്നില്ല. അപ്പൊ ഇവരെന്താണ് ചെയ്യുന്നത്? ഇവരുടെ സോഷ്യൽ മീഡിയയും PR വർക്കുകാരെ ഉപയോഗിച്ച് ചെയ്യുന്നത് ഇതിൽ
UDFന്റെ ഭരണകാലത്തേ തുടങ്ങിയതാണ്, ഞങ്ങളല്ല ഇതൊന്നും ചെയ്തത് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം കൂടി ഇവിടെ നടക്കുന്നുണ്ട്. ഇടയ്ക്ക് സോണിയാഗാന്ധിയുടെയും അടൂർ പ്രകാശിന്റെയും ഒക്കെ ഫോട്ടോ കൂടെ കാണിച്ചിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ കാണിച്ചിട്ട് UDFന്റെ വായടപ്പിക്കാൻ നോക്കിയിരുന്നു. അപ്പോൾ അതേസമയം ജോൺ ബ്രിട്ടാസ് 66 തവണ ഈ പറയുന്ന പോറ്റിയുമായി ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം അടൂർ പ്രകാശ് ഇടയ്ക്ക് വെളിപ്പെടുത്തിയായിരുന്നു. പക്ഷെ അത് പിന്നീട് ചർച്ചകളിലൊന്നും അത് വന്നു കണ്ടില്ല. അതെന്തുകൊണ്ടാണ്? അപ്പം ഈ ജോൺ ബ്രിട്ടാസിന്റെ ഈ ഒരു ഫോൺ വിളിയെ കുറിച്ച് SIT പോലും അന്വേഷിക്കാത്ത, കോടതി അറിഞ്ഞില്ലേ അത്? ചേച്ചി, ഇതിൻ്റെ അകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട്. ഈ പറയുന്ന പോലെ 66 പ്രാവശ്യം കോള് ചെയ്തുവെങ്കിൽ അത് എന്തിനെന്നൊരു ചോദ്യമുണ്ട്. ഈ പറയുന്ന പോലെ ഇതിന് മുന്നേ ഞാൻ ചേച്ചിയോട് ചിലപ്പോൾ അർച്ചന കഴിപ്പിക്കാനായിരിക്കും ജോൺ ബ്രിട്ടാസിനെ പോറ്റിയോട് വിളിച്ച്. ചില ആൾക്കാർ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ, ചില പോവാൻ സാഹചര്യം 66 പ്രാവശ്യം ഫോൺ വിളിച്ചിട്ട് പറയും എന്നാ ഒരു ഗണപതി ഹോമം നടത്തിയേക്കോ, ചെയ്ത് കൊടുത്താൽ മതി. അല്ല, ഞാൻ പറയുന്നത് SIT എന്ന് പറയുന്നത് ഇപ്പോഴും ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസാണല്ലോ. അടൂർ പ്രകാശിനെയും സോണിയാഗാന്ധിയെയും ജോൺ ബ്രിട്ടാസിനെയും ഒക്കെ ചോദ്യം ചെയ്യട്ടെ. ചോദ്യം ചെയ്യുന്നതിൽ പ്രശ്നമില്ലല്ലോ, എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല? മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ മടിയിൽ കനമുള്ളവൻ മാത്രം പേടിച്ചാൽ മതി എന്നാണല്ലോ. അതുകൊണ്ട് ഇവരാരും പേടിക്കില്ലായിരിക്കാം.